വെറും മണിക്കൂർ മാത്രം. നാളെ രാവിലെ 8 മണിക്ക് പെട്ടി പൊട്ടിക്കും. 8 മണിക്ക് പെട്ടി പൊട്ടിച്ചാൽ ആദ്യം പോസ്റ്റൽ ബാലറ്റ്, പിന്നെ സർവീസ് ബാലറ്റ്. നാളെ നമ്മൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. തീർച്ചയായും ജനം അറിഞ്ഞിട്ടുണ്ടാവും MLA ആരാകുമെന്നറിയാം. അൻവർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആരായിരിക്കും നിയമസഭയിലേക്ക് പോവുക, ആരായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് പോവുക എന്നൊക്കെ ഒരു ഉച്ചയ്ക്ക് 11:30 ഉച്ചയോടുകൂടി 12 എന്തായാലും റിസൾട്ട് അറിയാൻ കഴിയും. ആദ്യത്തെ ഒരു 3 സ്ഥലത്തേക്ക് കൗണ്ടിങ് കഴിയുമ്പോഴത്തേനും തീർച്ചയായും അതായിരിക്കും ട്രെൻഡ്. അത് ഉറപ്പിച്ച് പറയാം. കാരണം ആദ്യം വഴിക്കടവ്, പിന്നെ മൂത്തേടം അറിയുമ്പോൾ തന്നെ ഏതാണ്ട് എണ്ണി കഴിയുമ്പോൾ തന്നെ ട്രെൻഡ് മനസ്സിലാകും. കാരണം ഈ 2 സ്ഥലവും UDF സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. സ്വാഭാവികമായും ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് UDF സ്വാധീനമുള്ള ഒരു സ്ഥലത്തേക്ക് അവിടെ ഒരു ലീഡ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ വേറെ നോക്കാനില്ല. നേരെ മറിച്ച് അവിടെ സ്വരാജ് മുന്നിൽ വരികയില്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ പോലും, ഒപ്പവും വേണ്ട, ഒരു 100 വോട്ടിന്റെ ഒക്കെ ലീഡ് പിന്നിലാണെങ്കിൽ പോലും ട്രെൻഡ് ഒരു പക്ഷേ മാറി മറിഞ്ഞേക്കാം. സാധാരണ എല്ലാവരും പറയും വഴിക്കടവിൽ പിടിക്കുന്ന വോട്ടാണ് നിർണ്ണയിക്കുന്നത്. പക്ഷെ ഇപ്പം ഇടത് ക്യാമ്പ് പറയുന്നത് വഴിക്കടവിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് പോയാലും കുഴപ്പമില്ല, ബാക്കി എല്ലായിടത്തും നമുക്ക് തന്നെ ലീഡ് അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അമരമ്പലവും ഒക്കെ വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട് അവിടെ. കാരണം അൻവറാണ് അവിടുത്തെ ഫാക്ടർ. അൻവർ ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞൊരു 9-10 വർഷമായിട്ട് അൻവർ അവിടെ ഉള്ള ആളായതുകൊണ്ട് അൻവറിന് നല്ലതുപോലെ മണ്ഡലം അറിയാം. അൻവറിനോട് ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ ആദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് അൻവർ പിടിക്കുന്ന ഒരു പക്ഷേ UDF വോട്ടാകുമെന്നായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അൻവറിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു പക്ഷേ LDF വോട്ടുകൾ കൂടി ഇദ്ദേഹം പിടിച്ചാൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ട്വിസ്റ്റ് അവിടെയാണ്. അതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിലെ വോട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുതൽ പോളിംഗ് ഡേ വരെ നടന്ന ആ ഒരു സസ്പെൻസ് വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പൊ ചുരുക്കത്തിൽ മനസ്സിലാവുന്നത് അല്ലേ? അപ്പൊ ശ്രീജിത്ത് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ 8 മണിക്ക് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം 4 ടേബിളുകളായിട്ടായിരിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക. ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും. പിന്നാലെ 14 ടേബിളുകളിലായി EVM വോട്ടുകളും ഒരേ സമയം എണ്ണിത്തുടങ്ങും. നിലവിൽ UDF ഭരിക്കുന്നതും കഴിഞ്ഞ തവണ LDF 33 വോട്ടിന്റെ നേരിയ ലീഡ് കിട്ടിയതുമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. നമുക്ക് അപ്പം ഈ കണക്കുകളൊക്കെ ഒന്ന് നോക്കാം അല്ലേ? കൃത്യമായിട്ട് നോക്കാം. അപ്പോ നോക്കി വരുമ്പോൾ നിലമ്പൂരിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 2,32,057. അതെ, EVM വോട്ടുകൾ 1,74,667. പോസ്റ്റൽ വോട്ടുകൾ 1,402. ആ പോസ്റ്റൽ വോട്ട് നിർണായകമാണ് ചെയ്തു. കാരണം നമുക്കറിയാം, ഈ കേരളത്തിലെ നിയമസഭകൾ മണ്ഡലങ്ങളുടെ ചരിത്രത്തിലേക്ക് പോയാൽ പോസ്റ്റൽ വോട്ട് ആരാദ്യം ലീഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട്. പോസ്റ്റൽ വോട്ട് ആർക്കാണ് ആദ്യം ലീഡ് കിട്ടുന്നത്, അവർ വിജയത്തിലേക്ക് പോകും. അതെ, ഈ 1,402 വോട്ടിൽ ആര് ലീഡ് ചെയ്യും എന്നുള്ളത് വളരെ നിർണായകമാണ്. അവിടെ അൻവർ പിടിക്കുന്നതും നിർണായകമാണ്. അൻവറിനൊപ്പമാണോ സർക്കാർ ജീവനക്കാർ എന്നുള്ളതും നിർണായകമാണ്. ഇനി ആകെ ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 2,32,057 വോട്ടർമാരുണ്ടെങ്കിലും 1,76,069 പേരാണ് പോൾ ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഇവർ പറയുന്നത് കുറെ പേരൊക്കെ പ്രവാസികളാണ്, ആ വോട്ട് പോവും. പിന്നെ ഇപ്പം അടുത്തടുത്ത് 2-3 ഇലക്ഷൻസ് ആയി അല്ലെ, ലോക്സഭ ആളുകൾക്ക്. സാധാരണഗതിയിൽ ഈ നിലമ്പൂരിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. സാധാരണഗതിയിൽ ഇനി 10 മാസമേ ഉള്ളൂ, എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഞങ്ങൾക്ക് ഒരു MLA വേണ്ട, ഞങ്ങൾക്ക് ഇനി 2026 MLA 5 കൊല്ലത്തിൽ കൊണ്ടല്ലോ എന്ന് പറയും. പക്ഷേ നിലമ്പൂരിൽ അങ്ങനെയല്ല, പരമാവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ പെർസെന്റേജ് നന്നായി കുറയാറുണ്ട്. നിലമ്പൂർ എല്ലാവരും പരമാവധി പോളിംഗ് ആകെ വോട്ടിംഗ് ശതമാനം പോളിംഗ് വന്നിരിക്കുന്നത് 75.87%. ഈ പറയുന്ന പോലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നാണല്ലോ. അപ്പോൾ ഇനി പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ പോൾ ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ കണക്ക് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ വഴി 163 വോട്ടുകൾ. പുതിയ സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത കാലത്ത് കൊണ്ടുവന്നാണ് ആ സംവിധാനം. മുമ്പില്ലായിരുന്നു. അതെ, ഇനി ഹോം വോട്ട്, അതായത് ഭിന്നശേഷിക്കാരടക്കമുള്ള ഹോം വോട്ടർമാര് 310 പേര്. ഹോം വോട്ട് മുതിർന്ന പൗരന്മാർ 896. സർവീസ് വോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ലഭിച്ചത് 33. അപ്പോൾ അങ്ങനെ ആകെയാണ് ശ്രീജിത്ത് 1,402 വോട്ടിലേക്ക് എത്തുന്നത്. ഈ നിലമ്പൂരിൽ സാധാരണ ഈ പ്രവാസികൾ കൂടുതലുള്ളത്, പിന്നെ സമുദായ വോട്ടുകൾ കൂടുതലുള്ളത്, അതൊക്കെ ഈ മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരിലും വല്ലാതെ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ആ മലയോര മേഖലകളിൽ ഒരുപാട് ആളുകൾ ഹോം വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആർക്കെന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ വോട്ടെണ്ണൽ എത്ര റൗണ്ടുകളാണ്, എവിടെ നിന്നാണ് ഈ വോട്ടെണ്ണൽ തുടങ്ങുന്നത്, എപ്പോ നമുക്ക് ഈ ട്രെൻഡ് അറിഞ്ഞു തുടങ്ങാം അല്ലെ? ഇതാണല്ലേ ഏറ്റവും പ്രധാനം. എല്ലാവരും കാത്തിരിക്കുന്നത് തന്നെയാണ്, ജനം മുഴുവൻ കാത്തിരിക്കുന്നത് ട്രെൻഡ് എങ്ങോട്ട് തിരിയുന്നുള്ളതാണ്. അതെ, അപ്പൊ നമുക്ക് ഇനി അത് വളരെ വിശദമായി പരിശോധിക്കാം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ പോലെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 പോളിംഗ് സ്റ്റേഷൻ ആയിരുന്നു.
19 റൗണ്ട് ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുക. ഈ ഓരോ റൗണ്ടിലും 14 ബൂത്തുകൾ വെച്ചാകും എണ്ണുക. അതാണ് ആദ്യത്തെ തന്നെ ഒരു പ്രാഥമിക വിവരം. ഇനി വോട്ടെണ്ണൽ റൗണ്ടുകളിലേക്ക് നമ്മൾ വളരെ വിശദമായി പോയാൽ ശ്രീത്ത്, റൗണ്ട് 1 എന്ന് പറയുന്നത് 1 മുതൽ 14 വരെയാണ്. ഒന്നാമത്തെ ബൂത്ത് തൊട്ട് 14ാമത്തെ ബൂത്ത് വരെ. അത് നമ്മൾ വഴിക്കടവിലാണ് സൂചിപ്പിച്ചത്. വഴിക്കടവിലാണ് ആദ്യം എണ്ണുന്നത്. അത് അവിടെ തന്നെ ആയിരിക്കും വരുന്നത്. റൗണ്ട് 2ലേക്ക് പോകുമ്പോൾ 15 മുതൽ 28 വരെ ബൂത്ത് ആയിരിക്കും. പിന്നെ 29 മുതൽ 42 വരെ, 43 മുതൽ 56, അതായത് 4ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് ഫലം അറിയാം. പാലക്കാട് കഴിഞ്ഞ തവണ നമ്മളുടെ അനുഭവത്തിൽ കുറച്ചും കൂടി നീണ്ടുപോയി. കാരണം നല്ല ടൈറ്റ് ആയിരുന്നു. ഇവിടെ ഒരു പക്ഷേ ആ ട്രെൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ വലിയ ടൈറ്റ് വരില്ല, ലീഡ് കയറി പോകും. ഇനി 5ാമത്തെ റൗണ്ട് വരുമ്പോൾ ബൂത്ത് നമ്പർ 57 മുതൽ 70 വരെയാണ് 5ാം റൗണ്ട്. 6ാം റൗണ്ടിൽ 71ാമത്തെ ബൂത്ത് മുതൽ 84ാമത്തെ ബൂത്ത് വരെയാണ് എണ്ണുക. റൗണ്ട് 7ൽ 85 മുതൽ 98 വരെ. റൗണ്ട് 8ൽ വരുമ്പോൾ 99 മുതൽ 112 വരെ. റൗണ്ട് 9ലേക്ക് പോയാൽ 113 മുതൽ 126 വരെ ബൂത്തുകളാണ് എണ്ണുക. അപ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അമരമ്പലം പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു 3 പഞ്ചായത്ത് കഴിയുമ്പോഴത്തേനും അറിയാം. കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വഴിക്കടവും മൂത്തേടവും കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമാകും. പിന്നെ പോകുന്ന കരുളായി അടക്കമുള്ള ലീഡ് ലീഡ് വന്നു കഴിയും. ആ ലീഡ് മാറുന്നു അല്ലെങ്കിൽ ട്രെൻഡ് ആണ് എങ്കിൽ ലീഡ് കൂടും. ട്രെൻഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കും. ആ ഒപ്പത്തിനൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂത്തേടം ഒരുപക്ഷെ വലിയ സ്വാധീനമുള്ള UDF വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞ പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത്. കാലാകാലങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചുങ്കത്തറയും കൂടി ചേർന്നിട്ടുണ്ട്. ആ ആദ്യം വഴിക്കടവ് 20 വർഷം CPM പിടിച്ചതാണ്. ഒരാളെയൊക്കെ മറുകണ്ഠം ചാടിച്ച് അത് പ്രതീക്ഷ വെക്കുന്ന ആ എഫക്റ്റിലാണ്. ഞാൻ എന്റെ കൂടെ നിന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ, എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകൾ എനിക്കുണ്ടോ? ഈ കടന്നൽ രാജയെന്ന് CPM വിളിച്ച അല്ലെങ്കിൽ ആ CPM കൂടി ഒപ്പം നിൽക്കുമോ എന്നൊക്കെ അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് CPM ഒരുപക്ഷെ എന്താണ് വിധിയും കൂടി ആയിരിക്കും ആ റിസൾട്ട്. തീർച്ചയായും. ഇനിയിപ്പോ റൗണ്ട് 10ലേക്ക് വന്നാൽ 127ാം നമ്പർ ബൂത്ത് മുതൽ 140ാം നമ്പർ ബൂത്ത് വരെയാണ് റൗണ്ട് 10ൽ എണ്ണുക. റൗണ്ട് 11ൽ വരുമ്പോൾ 141 തൊട്ട് 154 വരെ. റൗണ്ട് 12 155 ടു 168. റൗണ്ട് 13 വരുമ്പോൾ 169 മുതൽ 182 വരെ. റൗണ്ട് 14 183 മുതൽ 196 വരെ പോകും. പിന്നീട് റൗണ്ട് 15 ഉണ്ട്, 16, 17, 18. റൗണ്ട് 19ലേക്ക് വരുമ്പോൾ റൗണ്ട് 19ല് ആണ് ഈ 253 തൊട്ട് അവസാനത്തെ 263 വരെ. പക്ഷെ അവിടെ 11 സ്റ്റേഷനേ ഉള്ളൂ. അതോടെ കലാസ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. 5000 ആണോ 10,000 ആണോ? അതെ, ലീഡ് പറയുന്ന പോലെ 5000 10,000 അല്ല. ഇവിടെ UDF ഇന്നലത്തെ ഈ മറ്റേ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം 15,000 ആണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 7,500 10,000 എത്തിയെന്നുള്ളതാണ്. നമ്മൾ 7,500 പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് 7,500 ആണെന്ന് ന്യൂസ് മലയാളം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. LDF പറയുന്നത് 1,500 വോട്ടിന്റെ ഇന്നും ഒരു മാർജിൻ പറയുന്നുണ്ട്. ഇന്നും ചില ആളുകൾ CPM-ആയിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത ആളുകളൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ 2,000 വോട്ടിന്റെ ലീഡ്. അതിൽ ദിനേശ് കൊടിയേരി ഈ പറയുന്ന പോലെ നമ്മള് ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ തന്നെ ഒരു നിലമ്പൂരിന്റെ നിലവിലെ കാലാവസ്ഥയൊക്കെ വെച്ച് ആര്യടൻ ചൗക്കത്തിനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും LDF ഭയങ്കര പ്രതീക്ഷയില്ല. പ്രതീക്ഷയുണ്ട്. കാരണം അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളുടെ തുടക്കകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം ആളുകളുടെ ഒരു മാനസികാവസ്ഥ. കാരണം നാളെ മറുപടി പറയണം. ഈ പോസ്റ്റ് അവിടെ കിടക്കും, ഡിലീറ്റ് ആക്കി ഓടിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് പല ആളുകളും ഇപ്പോഴെ തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ബിനീഷ് കോടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അദ്ദേഹം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ വാളിൽ വരുന്നതാണല്ലോ. അപ്പോൾ ആ വന്ന വാളിൽ കണ്ടത് 1,500 വോട്ടിന് ജയിക്കുന്നതാണ്. അത് എന്തായാലും പോസ്റ്റ് മുക്കി ഓടാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു CPM-കാർക്കും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വോട്ടുകളുടെ തുടക്കം മുതൽ ആ ട്രെൻഡ് അറിയുന്നത് എങ്ങനെയാണ് അത് വളരെ വിശദമായി നോക്കാം. ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എവിടെ നിന്ന് തുടങ്ങുന്നു എവിടം വരെ എത്തുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് അറിയാന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നോക്കാം. പറഞ്ഞതുപോലെ ആദ്യം വഴിക്കടവ് നമുക്ക് ആദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, പിന്നെ നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം, ഈ ഓർഡറിലായിരിക്കും വോട്ടുകൾ എണ്ണി തുടങ്ങുക. ഇനി നമുക്ക് ഓരോ പഞ്ചായത്തുകളിലും എങ്ങനെയൊക്കെയാണ് എണ്ണി തുടങ്ങുന്നതുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം വഴിക്കടവിലേക്കാണ് നമ്മൾ പോകുന്നത്. വഴിക്കടവിൽ എന്ന് പറയുമ്പോൾ ചെയ്ത് ഈ ബൂത്ത് നമ്പർ 1 തൊട്ട് 46 വരെയാണ് വഴിക്കടവിൽ എണ്ണുന്നത്. ഇത്തവണ UDF ഇവിടെ മാത്രം 1000 വോട്ടിന്റെ ലീഡ് പിടിച്ചിരുന്നു. അല്ല, നേരത്തെ പിടിച്ചിരുന്നു. ഇപ്പം VV പ്രകാശ് പിടിച്ചിരുന്നു. അവിടെ കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇക്കുറി അവരൊരു 1,500 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ അത് പിന്നെ LDF അതേപോലെ തന്നെയാണ്. കാരണം വഴിക്കടവിൽ എന്തൊക്കെയോ ഞങ്ങൾക്ക് അധികം ലഭിക്കുന്നുണ്ട് എന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതെ, കഴിഞ്ഞ വട്ടം എനിക്ക് 35 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. അത് പക്ഷെ അൻവറിന്റെ ഒരു എഫക്റ്റും ഉണ്ട്. ഈ അൻവർ എഫക്ട് ഒരുപക്ഷെ പ്രതിഫലിക്കുന്ന ഒരു പഞ്ചായത്താണ് വഴിക്കടവ് എന്നാണ് വിചാരിക്കുന്നത്. അൻവർ എഫക്ട് എന്ന് പറഞ്ഞാൽ അൻവറിന് സ്വാധീനം എന്ന് അൻവർ പറയുന്നത്. അൻവർ അദ്ദേഹത്തിന്റെ വൈകാരികത ഒക്കെ പറയുന്നത്
യെസ്, വഴിക്കടവ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂത്തേടത്തിലേക്ക് വരുമ്പോൾ ബൂത്ത് നമ്പർ 47 മുതൽ 70 വരെയാണ് മൂത്തേടത്ത് എണ്ണിത്തുടങ്ങുക. UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് മൂത്തേടം. കാരണം 2021 ഭരണം കിട്ടാതിരുന്നപ്പോൾ പോലും 2331 ലീഡ് അവിടെ കിട്ടിയിരുന്നു. അതെ, ഇത്തവണ അത് 2331 അതെ 2331 2500 കടക്കും എന്നാണ് ഇത്തവണ UDFന്റെ പ്രതീക്ഷ. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ വഴിക്കടവിൽ ഒപ്പത്തിനൊപ്പം നിന്നാലും മൂത്തേടത്ത് ട്രെൻഡ് വല്ലാതെ കയറുകയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോവുകയും ചെയ്താൽ ഒന്നും നോക്കണ്ട, ഷൗക്കത്ത് കയറി പോകും. മൂത്തേടത്ത് ഒരു പരിധി വരെയെങ്കിലും പിടിക്കാൻ, എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ, അതായത് നമുക്കറിയാലോ ഈ വലിയ ലീഡിലേക്ക് പോകുന്നില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു. ആ ട്രെൻഡിലേക്ക് പോയാൽ ആര്യാടൻ ഷൗക്കത്തിനെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. മൂത്തേടത്ത് ഒന്ന് പിടിച്ചാൽ അത് നോക്കാം അല്ലേ. അപ്പൊ 2021 UDFന് 2331 വോട്ടിന്റെ ലീഡാണ്. ഇക്കുറി അവർ 2500 വരെ പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്തിലാണെന്ന് ആലോചിക്കണം. 2000 വോട്ടിന് ലീഡ്. സത്യം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ എടക്കരയിലേക്ക് വരുമ്പോൾ എടക്കരയില് ബൂത്ത് നമ്പർ 71 മുതൽ 97 വരെയാണ് മൂത്തേടത്ത് എടക്കരയിൽ എണ്ണുന്നത്. ഇനി ഇരു മുന്നണികളും ഒരേപോലെ തന്നെ പ്രതീക്ഷ വയ്ക്കുന്നു, ഒരേപോലെ നിർണായകമാണ്. രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എടക്കരയിൽ. പക്ഷേ UDFനായിരിക്കും അവിടെയും മേൽക്കൈ അല്ലേ. ഇനി നേരെ നമുക്ക് പോത്തുകല്ലിലേക്ക് എടക്കരയിൽ നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ അത് മാത്രമല്ല ലീഗിന് നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ്. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. PV അൻവർ പറയുന്നത് ഇത്തവണ ലീഗിന്റെ വോട്ടൊന്നും UDFനെ കിട്ടത്തില്ല എന്നാണ് വിശ്വസിക്കേണ്ടതാണ് UDF പറയുന്നത്. ഇനി നേരെ നമുക്ക് പോത്തുകല്ലിലെ പ്രതീക്ഷയിലേക്ക് പോയാൽ പോത്തുകല്ലിലെ ബൂത്ത് നമ്പർ 98 മുതൽ 126 വരെയാണ് ഈ പോത്തുകല്ലിലേക്ക് എണ്ണുക. പോത്തുകല്ല് പറയുന്നത് M സ്വരാജിന്റെ തട്ടകമാണ്. പിന്നെ മാത്രമല്ല അതിൽ വേറൊരു കാര്യം കൂടി പറയണം, DCC പ്രസിഡന്റ് VS ജോയിയുടെയും കൂടെ തട്ടകമാണ്. അത് മാത്രമല്ല മോഹൻ ജോർജിന്റെ തട്ടകം. അതെ, ഏറ്റവും മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി. നമ്മൾ BJP കുറിച്ച് പറയാത്തത് അവരൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. സാധാരണ മാധ്യമങ്ങൾ എന്തുകൊണ്ട് BJP കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ BJP അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ ഒന്നും ചെയ്ത മീൻസ് ഒരു പ്രചാരണ രംഗത്ത് വളരെ നിർജ്ജീവമായിരുന്നു. അത് പ്രകടമാണ്. അദ്ദേഹത്തിന്റെയും തട്ടകമാണ്. അതിൽ സ്വന്തം ബൂത്തിലെങ്കിലും അദ്ദേഹം ലീഡ് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം മോഹൻ ജോർജ്. അപ്പൊ LDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്താണ് പോത്തുകൽ എന്നുള്ളത്. LDF വ്യക്തമായ ഒരു ലീഡൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പോത്തുകൽ. അവരുടെ ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ ജയിക്കണമെന്ന് LDF അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ജനം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാറണത്. കാരണം വഴിക്കടവ്, മൂത്തേടം, എടക്കര ഇത് മൂന്നും ലീഡ് ചെയ്യുന്നത് UDF ആയിരിക്കും സ്വാഭാവികമായിട്ടും. ഇനിയുള്ള ബാക്കി 3 എണ്ണവും നഗരസഭയും അത് കിട്ടിയാൽ മാത്രമേ LDFന് എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ട്. ഇവിടെ ഞാൻ തിരിച്ച് ചിന്തിച്ചാൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ടിനെങ്കിലും ലീഡ് വന്നാൽ പിന്നെ LDF തിരിഞ്ഞു നോക്കണ്ട, പിന്നെ മുന്നോട്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഇലക്ഷൻ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത പഞ്ചായത്ത് ചുങ്കത്തറയാണ്. ചുങ്കത്തറ നമുക്ക് അറിയുന്ന പോലെ ബൂത്ത് നമ്പർ 127 മുതൽ 161 വരെയാണ് ചുങ്കത്തറയിലുള്ളത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 20 വർഷം CPM ഭരിച്ചു. അവിടുന്ന് ഒരാളെ അൻവർ കാരണം അപ്പുറം മറുകണ്ഠം ചാടി UDFന് ഭരണമൊക്കെ കിട്ടി. മാത്രമല്ല ഒരു 3 അവിശ്വാസമൊക്കെ കണ്ട അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് ചുങ്കത്തറ. അപ്പൊ ചുങ്കത്തറയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്വാധീനമുണ്ട്. ഈ BJP സ്ഥാനാർത്ഥിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. മാർത്തോമ സഭയ്ക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ജാതി, മതം ഒക്കെ ഇവിടെ എങ്ങനെയൊക്കെയാണ് പിന്നെ ക്രിസ്ത്യൻ സഭകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയാം. ഇത് 2026 നിയമസഭയിലേക്കുള്ള ചൂണ്ടുവലയും കൂടിയാണ്. സഭ എവിടെ നിൽക്കുന്നുള്ളൂ, BJPക്കൊപ്പമാണോ LDFനൊപ്പമാണോ, അതോ ഈ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പോലെ മലയോര കർഷകരുടെ വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ സ്വാധീനിക്കുന്ന സ്ഥലങ്ങളാണ്. ചർച്ചയായത് ഇവിടെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നിലമ്പൂർ നഗരസഭയിലേക്ക് പോലെ നിലമ്പൂർ നഗരസഭയിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ ഭരണം ഇടതുമുന്നണിക്കാണ്. നിലമ്പൂർ നഗരസഭയിൽ 33 വാർഡുകളാണ് ഉള്ളത്. ഇടതുമുന്നണിക്ക് ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന്, 2016 ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ 2700ഓളം വോട്ടിന് UDF പിന്നിലായിരുന്നു. പിന്നീട് DV പ്രകാശ് ഒരു 1700ലേക്കൊക്കെ അത് എത്തിച്ചു. ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം കണ്ടറിയാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബൂത്ത് നമ്പർ 162 തൊട്ട് 209 വരെയാണ് നിലമ്പൂർ നഗരസഭയിലേക്ക് വരുമ്പോൾ എണ്ണിത്തുടങ്ങുക. ഇവിടുത്തെ ഭൂരിപക്ഷവുമാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെയും ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് അപ്രതീക്ഷിതമായി കയറി വന്നാൽ പിന്നെ ട്രെൻഡ് ഭൂരിപക്ഷത്തിലേക്ക് ചിന്തിച്ചാൽ മതി. എത്ര ഭൂരിപക്ഷത്തിലേക്ക് പോകും? UDFന്റെ പ്രതീക്ഷ പോലെ 15000 ആണോ 25000 ആണോ എന്നുള്ളതൊക്കെ മാത്രമല്ല അൻവറിന് പിന്നെ അതെ, അത് അൻവറിന്റെ സ്വാധീനം കൊണ്ടാണ്. അൻവറിന് അവിടെ ചില വാർഡുകളിൽ നല്ല ബന്ധമുണ്ട്, നല്ല ബന്ധമുള്ള ആളുകളുണ്ട്. പല LDF കൗൺസിലർമാർ പല ആളുകളും അൻവറിന്റെ വളരെ അടുത്ത ആളുകളാണ് എന്നൊക്കെയാണ് അൻവർ അവകാശപ്പെടുന്നത്. നമുക്കറിയേണ്ടത്
ഇതൊക്കെ നാളെ രാവിലത്തെ കഥ അതെ പോലെയാണ്. വരുമെന്ന്. ഇനിയിപ്പോ കരുളായി കൂടെ നോക്കാം. കരുളായിൽ നോക്കുമ്പോൾ ബൂത്ത് നമ്പർ 210 തൊട്ട് 228 വരെയാണ് കരുളായിൽ വരിക. കരുളായി ഈ പറഞ്ഞ പോലെ CPM-ന്റെ ഒരു സ്വാധീന മേഖലയാണ്. 2021 LDF-ന് 1446, അതായത് PV അൻവർ മത്സരിക്കുന്ന സമയത്ത് 1446 വോട്ടിന്റെ ലീഡ് കിട്ടിയ സ്ഥലമാണ് കരുളായി. ഇത്തവണ സ്വരാജിന് വോട്ട് കൂടും. കാരണം PV അൻവറിന് ഈ ഇത്രയും വോട്ടിന് ലീഡ് കിട്ടിയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അതും ഒരു സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവ്, സെക്രട്ടറി മെമ്പറാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാള് അവിടുത്തെ സ്ഥലക്കാരൻ. ഇവിടെ BJP വളരെ സ്വാധീനം കുറവാണ്. 500 വോട്ടൊക്കെയാണ് ആകെ കിട്ടുന്നത് ഈ പഞ്ചായത്തിൽ. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം വെച്ച് 500 വോട്ടിൽ കൂടുതലൊന്നും കിട്ടാറില്ല. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും 1500, 2000 വോട്ടുകൾ വരെ കിട്ടുമ്പോൾ 500 വോട്ടുകൾ മാത്രം കിട്ടുന്ന പഞ്ചായത്താണ്. BJPക്ക് സ്വാധീനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ CPM-നാണ് ഗുണം ചെയ്യുക. അതെ, അപ്പോൾ സ്വരാജിന് ഇത്തവണ കുറച്ച് വ്യക്തിപരമായ വോട്ടുകൾ കൂടി കിട്ടുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷ വെക്കുന്ന സ്ഥലമാണ് കരുളായി. കരുളായി കഴിഞ്ഞാൽ ഇനി നേരെ ഒന്നും കൂടെ ഉള്ളൂ, അമരമ്പലം. അമരമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് അമരമ്പലത്തിൽ 229-ാമത്തെ ബൂത്ത് തൊട്ട് 263-ാമത്തെ ബൂത്ത് വരെയാണ് അമരമ്പലത്ത് എണ്ണി തുടങ്ങുക. ഒരു അമ്പലം പോലെയാണ് CPM കാണുന്നത്. PV അൻവർ ഇടതു സ്ഥാനാർത്ഥിയെ മത്സരിച്ച 2021 1492 വോട്ടിന്റെ ലീഡാണ് അവിടെ കിട്ടിയത്. അന്ന് VV പ്രകാശിന്റെ അനുകൂലിയായ NA കരീമിന്റെ പ്രവർത്തന മേഖലയൊക്കെയാണ്. എന്നിട്ടും അവിടെ ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞ വട്ടം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് CPM LDF. ഞങ്ങൾക്ക് കിട്ടാവുന്ന ലീഡ് അവിടെ ആയിരിക്കും. ബാക്കി എല്ലാം ഒപ്പത്തിനൊപ്പം പിടിച്ചാൽ, ഒരുപക്ഷെ മുനിസിപ്പാലിറ്റിയിൽ പോലും ഒന്ന് ഒപ്പത്തിനൊപ്പം പിടിച്ചാൽ പോലും ആദ്യത്തെ 2 പഞ്ചായത്തുകൾ മൂത്തേടത്തും വഴിക്കടവും ലീഡ് UDF എടുത്താൽ പോലും ഈ അമരമ്പലം വെച്ച് കയറി വരാമെന്നാണ്. അതാണ് ഈ 1500 വോട്ടിന്റെ പ്രതീക്ഷ. അതെ, ടോട്ടൽ കണക്കൂട്ടുമ്പോൾ 1500 വോട്ടെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അവിടെയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലെ നാളത്തെ വോട്ടെണ്ണലൊക്കെ ആരംഭിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും എണ്ണി തുടങ്ങുക. ഇത്ര റൗണ്ടൊക്കെ എണ്ണുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഫൈനൽ റിസൾട്ടൊക്കെ വരിക. ഇനി നമുക്ക് കഴിഞ്ഞ വട്ടത്തെ ലീഡ് നില കൂടി പരിശോധിക്കാം. അതായത് 2021 ലീഡ് നില കൂടി നമ്മൾ പരിശോധിച്ചാൽ കരുളായി, നിലമ്പൂർ നഗരസഭ, വഴിക്കടവ്, കരുളായി, പോത്തുകല്ല്. ഈ നിലമ്പൂർ നഗരസഭയിൽ 2021 72.80 ആയിരുന്നു ശ്രീത്ത്. അത് ഇത്തവണ 74.65 ഉയർന്നു. തീർച്ചയായും. ഇനി അതിനുശേഷം നമ്മൾ വഴിക്കടവിലേക്ക്, ഒരുപാട് ആളുകൾ, പ്രവാസികളായ ആളുകൾ വന്ന് വോട്ട് ചെയ്ത സ്ഥലമാണ്. അതെ, ഇവിടെ ഈ നിലമ്പൂർ നഗരസഭയിൽ വഴിക്കടവിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വന്ന് വോട്ട് എന്നുള്ളത്. വഴിക്കടവിലേക്ക് വന്നാൽ വഴിക്കടവിൽ 2025 കുറഞ്ഞു. കാരണം 2021 75 ഉണ്ടായിരുന്നു, ഇത്തവണ 73 കിട്ടിയിട്ടുള്ളൂ. കരുളായിയിൽ 77.16 ആയിരുന്നു കരുളായിലെ പോളിംഗ് ശതമാനം 2021. അത് ഇത്തവണ 76 കുറഞ്ഞു. 1%, 1.5% കുറവുണ്ട്. പോത്തുകല്ലിൽ പക്ഷേ കൂടി, 76.39 ആയിരുന്നു പോത്തുകല്ലിൽ ഇക്കുറി. അപ്പം ആർക്കൊപ്പമാണ് പോത്തുകൽ എന്നുള്ള കാര്യവും ശ്രദ്ധിച്ചോ. വഴിക്കടവിൽ നമ്മളുടെ ഒരു കണക്ക് പ്രകാരം UDF-നാണ് സ്വാധീനം, അവിടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കരുളായിൽ LDF-നാണ് സ്വാധീനം എന്ന് പറയപ്പെടുന്നു, അവിടെയും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ആപേക്ഷികമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പക്ഷേ പോത്തുകല്ലിൽ കൂടി നോക്കിയിരിക്കാം. ഇനി അടുത്തത് ഇനി നമ്മൾ പോവുകയാണെങ്കിൽ മൂത്തേടത്ത് 76.17, ഇത്തവണ 74 ഉള്ളു ശ്രീത്ത്. 2025 കുറഞ്ഞു. UDF-ന്റെ ആശങ്ക കൂട്ടാൻ വേണം. അതെ. ഈ എടക്കരയിലേക്ക് വരുമ്പോഴും എടക്കരയിലും കുറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം 74.18, ഇത്തവണ 73. പക്ഷെ അത് വലിയൊരു കുറവല്ല, പോയിന്റ് വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷേ മൂത്തേടത്ത് നല്ല വ്യത്യാസമുണ്ട്. 76.17 നിന്ന് 74.19 ആയിട്ടാണ് കുറഞ്ഞത്. അപ്പോൾ അത് ആശങ്ക UDF-നാണ്. അത് ആശങ്ക UDF-നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിലെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഈ കരുളായി, അതേപോലെ ചുങ്കത്തറ, എടക്കര പഞ്ചായത്തുകൾ UDF-ഉം, പോത്തുകല്ല്, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്തുകൾ LDF-ഉം നിലവിൽ ഭരിക്കുന്നവയാണ്. ഇനി നമുക്ക് ഈ ലീഡ് നില സംബന്ധിച്ച ട്രെൻഡൊക്കെ മാറി ഭരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യമുള്ളത്. സാധാരണഗതിയിൽ പഞ്ചായത്തുകൾ ഭരിച്ചു വരുമ്പോൾ പഞ്ചായത്തുകളുടെ കണക്കെല്ലാം എടുത്ത് അവസാനം അസംബ്ലിയിലേക്ക് വരുമ്പോൾ അത് കണക്കാക്കാൻ അല്ലെങ്കിൽ വരാറില്ല. എൻ്റെ നാട്ടിലെല്ലാം അങ്ങനെ, പല ജില്ലകളും, കേരളത്തിൽ മിക്കവാറും എല്ലാം പല പഞ്ചായത്തുകളും ഭരിക്കുന്നത്, ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്ന CPM-ആണ്. എന്ന് വെച്ചാൽ അത് എല്ലാ കാലത്തും ബലം ചെയ്യാറില്ല, അല്ലെങ്കിൽ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ബലം ചെയ്യാറില്ല. വേണമെങ്കിൽ പാർലമെന്റിലെ കണക്ക് നോക്കും. പാർലമെന്റിലെ മുഴുവൻ കണക്കെടുത്താലും പ്രിയങ്ക ഗാന്ധിക്കാണ് വൻ ഭൂരിപക്ഷം. പക്ഷെ അത് അസംബ്ലിയിൽ അങ്ങനെ വരുന്നത്. അത് ഒരു കേരളത്തിലെ ട്രെൻഡാണ്.